കർത്താവേ, എന്റെ ദൈവമേ. ദീദിമോസ് എന്ന തോമസ്, അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം എന്ന് മറ്റു ശിഷ്യരോട് ആഹ്വാനം ചെയ്ത യേശുവിൻ്റെ ധീരനായ അനുഗാമി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസ സാക്ഷ്യം ലോകത്തിന് നൽകി നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വിത്ത് പാകിയ ഭാരതസഭയുടെ അപ്പസ്തോലൻ, ക്രിസ്തുവിനെ പ്രതി ജീവൻ നഷ്ടപ്പെടുത്തി ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതിനുത്തരം തേടി സംശയങ്ങളെ അതിജീവിക്കുവാനും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനുമായുള്ള ഒരു യാത്രയിലേക്ക് പങ്കാളികളാകുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുണ്യാളൻ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. My house shall be called a house of prayer for all nations. Across the vast expanse of our world, a dawn awakens distant lands and dust settles over others. Countless hearts lift their eyes toward heaven, from majestic cathedrals to humble village chapels, from bustling cities to quiet countryside homes. Voices rise in prayer. From kings and leaders to the poor and forgotten, from those rejoicing in blessing to those crying out in sorrow, every soul longs for the mercy and presence of the Lord. Though our journeys through life may differ, the deepest desire of every heart remains the same: to be heard, to be loved, and to be guided by the divine. For the scriptures remind us that God is near to all who call upon Him in truth. പത്രോസേ, സ്വർഗത്തിലേക്ക് സ്ഥിരമായി ഉയർന്നിരുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾക്ക് മങ്ങലേറ്റതായി തോന്നുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന്. എനിക്കും അങ്ങനെ തോന്നി മത്തായി. എന്നാൽ അതിൽ അവിശ്വാസമോ താല്പര്യക്കുറവോ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാനും ഒരു മാറ്റം കാണുന്നുണ്ട്. നമ്മളോടുള്ള പ്രാർത്ഥനാ സഹായത്തിലും കുറവ് സംഭവിച്ചിരിക്കുന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള ഈ നിശബ്ദത അതെന്നെ കൂടുതൽ ഉത്കണ്ഠാകുലനാക്കുന്നു. ഇതൊരു മാറ്റത്തിലേക്കാണോ? അത് നമുക്കൊന്ന് അറിയണം. കേരളം ഞാൻ വിത്ത് വിതച്ച മണ്ണാണ്. ഈ മാറ്റം കാണാതെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയില്ല. പ്രിയരെ, നിങ്ങളുടെ ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ പ്രാർത്ഥനകളിൽ മാത്രമല്ല വിശ്വാസത്തിൻ്റെ അളവുകോൽ, കാഴ്ചകളിലും കൂടിയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടറിയണം. തോമസ്, എല്ലാം കണ്ട് വിശ്വസിക്കുന്നവനാണ് നീ. ഒരുപക്ഷെ കണ്ടറിയുമ്പോൾ നമ്മുടെ ദൈവമക്കളുടെ വിശ്വാസവും നീ തിരിച്ചറിയും. നീ പോകണം, ആദ്യം കേരളത്തിലേക്ക്, പിന്നെ അവരുടെ ജീവിതം നയിക്കുന്ന മറ്റ് ദേശങ്ങളിലേക്കും. കേൾക്കാൻ മാത്രമല്ല, കാണുവാൻ, അനുഭവിച്ചറിയാൻ. ഗുരു, ഞാൻ ഒരിക്കൽ കൂടി പോകാം. സത്യം തേടിയുള്ള യാത്ര ഞാൻ തുടങ്ങുകയായി. International Airport.
Passengers arriving on flight EK530 from Dubai, your baggage is now available on Carousel 4. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പോട്ടയിൽ ധ്യാനത്തിന് വരാറുണ്ടോ? ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല, മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളിടത്തെല്ലാം ഞാൻ പോകാറുണ്ട്. ചുമ്മാതല്ല, നല്ല മുഖപരിചയം. ശരി, അന്ന് നമുക്ക് പിന്നെ കാണാം. ഊബർ വിളിച്ചിട്ട് കുറെ നേരമായല്ലോ. വല്ല ട്രാഫിക്കിലും പെട്ട് കാണും. അച്ഛാ, എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. സോറി. ഓ, അത് സാരമില്ല, നമുക്ക് പോയേക്കാം. ദേ, എനിക്ക് ഇവിടേക്കാ പോകേണ്ടത്. ഇത് തൃശ്ശൂരിനടുത്തുള്ള ഏതോ സ്ഥലമാണെന്ന് തോന്നല്ലോ. എൻ്റെ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നില്ല. അച്ഛന് വഴി അറിയാവോ? എന്തിനാടോ ഗൂഗിൾ മാപ്പ്? നമുക്ക് ആകാശത്തെ നക്ഷത്രങ്ങളും അടയാളങ്ങളും നോക്കി അങ്ങ് പോകാം. അതാണ് എൻ്റെ ശീലം. ഇയാൾ എന്ത് കുന്തമായി പറയുന്നത്? നക്ഷത്രമൊന്നും വഴികാട്ടിയെന്നും ആർക്കറിയാം. ഞങ്ങൾ ഇവിടുത്തെ ട്രാഫിക് കാരണം നക്ഷത്രം എണ്ണാറാണ് പതിവ്. അച്ഛനപ്പം എടവപ്പള്ളിയിലേക്കുള്ള യാത്രയായിരിക്കും അല്ലേ? ഇടവകപ്പള്ളിയൊന്നുമല്ല, പക്ഷെ ഞാനാണ് AD 82 ആ പള്ളി പണി കഴിപ്പിച്ചത്. എത്ര ആൾക്കാരെയാ ഞാൻ വെള്ളത്തിൽ മുക്കിയിരിക്കുന്നത്. അതേത് വർഷം അച്ഛാ? ക്രിസ്തു മരിച്ച് 52 വർഷം കഴിഞ്ഞു. അച്ഛൻ ശരിക്കും ഊളംപാറയ്ക്ക് വേണ്ട കേസെന്നാ തോന്നുന്നത്. ഊളംപാറയോ? Questa autista scambia le strade del Kerala per una pista da corsa. Ma Gabriele. അച്ഛൻ എന്നെ ബംഗാളി ഭാഷയിലാണോ ചീത്ത പറഞ്ഞത്? കേരളം മൊത്തം ഇപ്പം ബംഗാളികളാണ്. ഒരു ചായക്കടയല്ലേ, അങ്ങോട്ട് നിർത്തിക്കേ, നമുക്കൊരു ചായ കുടിച്ചേച്ച് പോവാം. ഓക്കെ. क्या सेटा, आपको क्या चाहिए? എടോ, താൻ എന്നെ ബംഗാളിൽ മറ്റോ ആണോ ഇറക്കി വിട്ടിരിക്കുന്നത്? ये केरल है फादर जी, लेकिन यहाँ पूरा बंगाली लोग रहते हैं. एक पഴംപൊരി और കട്ടൻ ചായ. ഷുഗർ ഹേ, വിത്തൗട്ട് മതി. അച്ഛനെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പള്ളിയിലോട്ടായിരിക്കും അല്ലേ? അതെ, ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നടന്നു പോയേക്കാം. നടക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇവിടെ മൊത്തം പട്ടികളാണ്. കടി കിട്ടാതെ നോക്കണം. അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ പള്ളിയിൽ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. ശരി, ഓക്കെ അച്ഛാ. ഇനി ഇങ്ങനെ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ AD 52 ഇവിടെ ഉണ്ടായിരുന്നെന്നും ആൾക്കാരെ വെള്ളത്തിൽ മുക്കിന്നൊന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു. ഇതെങ്ങനെയാ പോലും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യം ഇങ്ങേർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അച്ഛനെ മുമ്പൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ചെറുവളിലച്ഛന് എന്നെ മനസ്സിലാകും, ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അച്ഛൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ എല്ലായ്പ്പോഴും കേൾക്കാറുണ്ട്. എന്റെ ഈശോയെ, ഞാൻ എന്തായി കാണുന്നത്?
അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസമൊക്കെ ഒന്ന് കണ്ടറിയണം, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ. യുവജനങ്ങളൊന്നും ഇപ്പോൾ നാട്ടിലില്ലല്ലോ. എല്ലാവരും അമേരിക്കയിലും UK ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. പിന്നെ കുറേ പൂട്ടിയിട്ട വലിയ വീടുകളും. എടോ കപ്പ്യാരെ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അച്ചോ, ഞാൻ നാരങ്ങളുടെടുത്തുണ്ട്. പള്ളിമേടയിലിരുന്ന് സംസാരിക്കാം. ഓ വേണ്ട, വരുന്ന വഴിക്ക് ചായ കുടിച്ചു. ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതലാണല്ലേ. കുറെ എണ്ണം എന്നെ വല്ലാതെ ഒന്ന് പേടിപ്പിച്ചു. വെറുതെ അല്ല അച്ഛൻ നാരങ്ങ വെള്ളം വേണ്ടാന്ന് പറഞ്ഞത്. ഇനി പട്ടിയെങ്ങാനും അച്ഛനെ കടിച്ചോ? താൻ സംസാരിച്ചു നിൽക്കാതെ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യൂ. അത് പറഞ്ഞപ്പോഴാ പള്ളിമണി അടിക്കാൻ സമയായി. അപ്പോ ഈ യുവജനങ്ങളായിട്ട് അടുത്തിടപഴകാൻ എന്താ ഒരു വഴി? ചങ്ങനാശ്ശേരി SP കോളേജ് പ്രിൻസിപ്പൽ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അങ്ങേക്ക് വേണ്ട സഹായം ചെയ്തു തരും. വലിയ ഉപകാരം. എന്നാ ഞാൻ ഇറങ്ങുക. ആ പാവം കാർ ഡ്രൈവർ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. അങ്ങേക്ക് വേണമെങ്കിൽ ഞൊടിയിട കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ എത്താമല്ലോ. പിന്നെ എന്തിനാണ് കാറ്? അങ്ങനെയല്ല അച്ഛാ, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാം കേൾക്കുവാനും കാണുവാനും അനുഭവിച്ചറിയാനുമാണ്. തൽക്കാലം ഞാൻ ആരാണെന്ന് ആരും അറിയണ്ട. ഞാനെന്നാ അങ്ങ് ഇറങ്ങുക. എടോ, നമുക്ക് ആ ചങ്ങനാശ്ശേരി SB കോളേജ് വരെ ഒന്ന് പോണം. ഇത്ര പെട്ടെന്ന് അച്ഛൻ്റെ ജോലി കഴിഞ്ഞോ? ഇങ്ങനെ ആദ്യം പള്ളിയെന്ന് പറഞ്ഞു, പിന്നെ കോളേജിൽ നിന്ന് പറയുന്നു. ശരിക്കും എങ്ങോട്ടാ പോലും പോകേണ്ടത്? മനുഷ്യനെ രാവിലെ മുതലിട്ട് വട്ടം കറക്കുക. കൈ കാശുണ്ടായാൽ മതിയായിരുന്നു. വഴി നോക്കി വണ്ടി ഓടിക്കണോ? ഇപ്പൊ ലോറി സൈഡും കൊണ്ട് പോയാനെ. എന്റെ കാവൽമാലകമാരെ. Gabriele, grazie a Dio sei qui. Guarda questo scellerato. Guida come se non avessi un'anima da salvare, creato. Non temere, Tommaso, poiché io sono al tuo fianco. Intervieni con la tua forza celeste, perché la mia ragione non basta più a calmarmi. അച്ഛൻ ഇതാരോടാ സംസാരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. Nulla di male accadrà, poiché io sono al tuo fianco. അച്ഛൻ കുറെ നേരമായല്ലോ ഗബ്രിയലെ എന്ന് പറയുന്നു. ബ്രസീലിലുള്ള വല്ല ഫുട്ബോൾ കളിക്കാരനാണോ? മോനെ രാജേഷേ, എനിക്ക് ബ്രസീലിൽ നിന്നല്ല, ലോകത്തുള്ള സർവ്വ ഭാഷയും അറിയാം. ചേടാ, ഇങ്ങേർക്ക് എങ്ങനെ എൻ്റെ പേര് മനസ്സിലായി? ഇനി ഇങ്ങനെ വല്ല കടമറ്റത്തോത്തിനാരാൻ പറ്റിയാണോ? ഓ, അച്ഛൻ ഉറക്കത്തിലാണോ? നമ്മുടെ SP കോളേജ് എത്തി കേട്ടോ. ഇത്ര പെട്ടെന്ന് എത്തിയോ? അച്ഛൻ ഇനി നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിക്കണം കേട്ടോ. അന്നേരം വീണ്ടും കാണാം. നമ്മൾ ഇനിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണും. അത് പക്ഷേ ഈ ഭൂമിയിൽ വെച്ചായിരിക്കില്ല. ഭൂമിയിലല്ലെങ്കിൽ പിന്നെ? ഇന്ന് നീ എനിക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അത്യുന്നതങ്ങളിൽ നിന്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാ അച്ഛാ, ഞാനങ്ങ് ഇറങ്ങുക. ഇനി ഈ അച്ഛനെങ്ങാനും വല്ല പുണ്യാളനായിരുന്നോ?
It's real. Destiny. Girl, my baby. Woo! Come on. Woo! No waist, fat, baby, tap in. Tap in. Diamonds dancing on your neck, better tap in. Tap in. how you said it to me. Sorry, how you did it to me. Toli tolu bazaar raj ke. Oh, sayar manana nahi. how you said it to me. Sorry, how you did it to me. Toli tolu bazaar raj ke. Oh, sayar manana nahi. Nach ke sayna. സാറൻ ചോദിക്കണെന്താണെന്നറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. चुरा के दिल मेरा गोरियां चली. चुरा के दिल मेरा गोरियां चली. पूरा के निंदिया कहाँ तू चली. पागल हुआ दीवाना हुआ. पागल हुआ दीवाना हुआ. कैसी ये दिल की लगी. हो चुरा के दिल तेरा चली मैं चली. मुझे क्या पता कहाँ मैं चली. मंजिल मेरी बस तू ही तू. मंजिल मेरी बस तू ही तू. तेरी गली में चली. ओ चुरा के दिल मेरा गोरियां चली. चुरा के दिल तेरा चली मैं चली. चंडीगढ़ तो आई नहीं. चंडीगढ़ तो आई नहीं. तेनू देख के होके भरदे ने खड़े चौंका बिच सिपाही नहीं. पट्टी ते काला दिल कुड़िए. गोडी ते काला दिल कुड़िए. जो दागे चन दे टुकड़े दे. तेनू काला चश्मा. तेनू काला चश्मा. तेनू काला चश्मा जचदा है. जचदा है कोरे मुखड़े दे. तेनू काला चश्मा जचदा है. जचदा है कोरे मुखड़े दे. सड़कों पे चले जब लड़कों के दिलों में तू आग लगा दे बेबी फायर. नकली से नखरे तू करे जब देखे हमें झूठी लायर. काला काला चश्मा जचता तेरे मुखड़े पे जैसे काला दिल जचता है तेरे चेहरे पे. नहीं तो दाव से ज्यादा नहीं तो 10-12 लड़के तो मार ही देती होगी तू दिन में. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ, കുറേ നേരം ആയോ ഇവിടെ വന്നിട്ട്? ഞാനിവിടെ ഈ കോളേജ് ഡേ ഒക്കെ ആയ കാരണം കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ചോ. നമ്മുടെ കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ അതിഗംഭീരമായിരിക്കുന്നു. ചെറുവള്ളിയിൽ അച്ഛൻ എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അതെ, എനിക്ക് അവരുടെ വിശ്വാസമെല്ലാം കണ്ടും കേട്ടും അറിയണം. അതിനിപ്പോൾ എല്ലാവർക്കും അബ്രോഡ് പോയി പഠിക്കാനാണ് താല്പര്യം. They don't want to come back to Kerala now anymore. അങ്ങനെയാണെങ്കിൽ എനിക്കങ്ങ് അമേരിക്കയിലേക്ക് പോകേണ്ടി വരുമല്ലോ. ഇവിടെ പഠിച്ച കുറേ പേര് അമേരിക്കയിൽ സോമർസെറ്റ് പള്ളിയിലുണ്ട്. ഞാൻ രജിസ്റ്റർ നോക്കി ആരൊക്കെയാണെന്ന് പറയാം. എങ്കിൽ പിന്നെ സോമർസെറ്റ് പള്ളി തന്നെ ആയിക്കോട്ടെ. അവിടെയാണല്ലോ നമ്മുടെ വിശ്വാസികളെല്ലാം. ഞങ്ങളുടെ എക്സ് ചെയർമാൻ
ടോം പെരുമ്പായിൽ സോമർസെറ്റ് പള്ളിയിലുണ്ട്. പുള്ളി എല്ലാ ഹെൽപ്പും ചെയ്തു തരും. അതേതായാലും നന്നായി. ഐ വിൽ ആസ്ക് ടോം ടു പിക്ക് യു അപ്പ് ഫ്രം ദ എയർപോർട്ട്. എന്നാ ശരി, ഞാനിനി അമേരിക്കയിൽ എത്തിയിട്ട് വിളിക്കാം. ടോമേ, അച്ഛനെ കാണുന്നില്ലല്ലോ. ബാഗേജ് കിട്ടാൻ ലേറ്റ് ആകുന്നതായിരിക്കും. സാരമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ദേ അങ്ങോട്ട് നോക്കിയേ, വരുന്നത് അച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ദൈവകൃപയാൽ യാത്രയെല്ലാം സുഖമായിരുന്നു ടോം. SP കോളേജിലെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞായിരുന്നു. ടോം SP കോളേജിലെ ചെയർമാൻ ആയിരുന്ന കാര്യമെല്ലാം പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ഛൻ്റെ ഒരു കാര്യം അപ്പോഴേക്കും എല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ. അവിടെ പഠിച്ച കുറേ പേര് ഇവിടെ ഉണ്ടല്ലേ? അതെ അച്ഛോ, ബാക്കിയുള്ളവരെ ഞാൻ അലുമിനി അസോസിയേഷൻ ഗ്രൂപ്പിൽ നിന്ന് തപ്പിയെടുത്തു തരാം. തപ്പുമ്പം അസംഷൻ കോളേജോടെ നോക്കണേ. താനാ അലംനെ ഗ്രൂപ്പിൻ്റെ കൂടെ പ്രസിഡന്റ് അല്ലേ? അതിന് അസംഷൻ കോളേജ് വിമൻസ് ഒള്ളി അല്ലേ? എന്തു പറയാനാ, അവരെല്ലാം എൻ്റെ ഫാൻസാണ്. എന്തോ ജനങ്ങൾക്കെല്ലാം എന്നെ വലിയ ഇഷ്ടമാണ്. ഇയാളെ കൊണ്ട് തോറ്റു. എങ്കിൽ പിന്നെ നമുക്ക് പള്ളിയിലേക്ക് പോയേക്കാം. ആ, നമ്മുടെ പള്ളി എത്തിയല്ലോ. ഹായ്. വെൽക്കം ടു അവർ ചർച്ച്. അച്ഛൻ ഏതായാലും വന്ന സമയം കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി നൈറ്റും ഫണ്ട് റേസിംഗ് ഇവൻറ്റും ഒക്കെ നടക്കുന്ന സമയമാണ്. നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ വിശ്വാസത്തിന് ഒരു കുറവും വരുത്തില്ല അച്ഛൻ. ജെയ്സൺ ഞങ്ങളുടെ ഫാദേഴ്സ് പ്രസിഡൻ്റാണ്. അച്ഛന് വേണ്ടുന്ന കാര്യമെല്ലാം പ്രസിഡന്റ് ചെയ്തു തരും. അപ്പോൾ ശരി അച്ഛോ, എനിക്ക് ചിക്കാഗോ രൂപതയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പോയി വന്നിട്ട് കാണാം. അച്ഛനെ ഞങ്ങൾ ജോസഫ് ഫാദേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെ. വളരെ ആക്റ്റീവ് ഗ്രൂപ്പാണത്. വേണ്ടായേ, ഇടയ്ക്കിടയ്ക്ക് ഫാദേഴ്സ് ഗ്രൂപ്പ് ഹാക്കാവുന്ന കാര്യവും ഞാൻ അറിയുന്നുണ്ട്. ചേടാ, ഇതെല്ലാം നാട്ടിൽ നിന്ന് വന്ന അച്ഛൻ എങ്ങനെ അറിഞ്ഞു? ഇതെല്ലാം അങ്ങ് സ്വർഗത്തിൽ കേരളത്തിൽ പാട്ടല്ലേ എൻ്റെ പ്രസിഡന്റ്. കുറെ പേരുണ്ടല്ലോ, ഇവരെല്ലാം ഈ പള്ളിയിലുള്ളവരാണോ? അച്ഛോ, നമ്മുടെ നാട്ടിൽ കുറച്ച് വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫണ്ട് റേസിംഗ് ഇവൻ്റ് നടക്കുകയാണിപ്പോൾ. എല്ലാം എനിക്കറിയാം ജയ്സ. നിങ്ങൾ ഇതിനോടകം 4-5 വീടായില്ലേ വെച്ച് കൊടുക്കുന്നത്? അതെ അച്ഛോ, ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ അത്രയൊക്കെ സാധിച്ചു. ആ വീടുകൾ കിട്ടിയവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും എന്നും കാണും. അതിൻ്റെ നന്മ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. അത് ശരി. അപ്പം നാട്ടിൽ വെച്ച് അച്ഛൻ അവരെയെല്ലാം കണ്ടായിരുന്നു അല്ലേ? ഇല്ല, പക്ഷേ ഞാൻ അവരുടെ കുടുംബ പ്രാർത്ഥന എപ്പോഴും കേൾക്കാറുണ്ട്. വരുന്ന വഴിക്ക് അവിടെ കുറെ പേര് കിടന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടായിരുന്നു. അതുപോലത്തെ വല്ലതും ആണോ ഇനി ഇവിടെ?
دوس عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة يا اخي دوس دوس عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة حلو حلو زين مكانه حلو ديكوريشن ماله حلو سوي رقصة المارشميلو ربعناها فوق كله كامل كيلو رفيجك طايح كتفه كان يهزه هز جاي من زامه والليل مبيش في عبوري يا ودل لان احنا شايلين هالليله يبا شيل اقول ഏയ് ഇത് അങ്ങനെയൊന്നുമല്ല, നല്ല പരിപാടിയാ. അച്ഛനൊന്ന് കണ്ടു നോക്ക്. അത് കലക്കി. മുഴുവൻ പ്രോഗ്രാം കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ஐசாங்க கொஞ்சம் பாரு அண்ணனோட பேரு ஜொலிக்குதுடா ஸ்லோமோ தெரிக்குதுடா அன்பாரன் பிச்செல்லாம் கேளு நம்பிக்கையா சேரு இருக்குதுடா காலம் பிறக்குதுடா தனக்குன்னு வாழாத நீ தரத்துல தாழாத ஒரு கண்ணு மாறானே திருத்திட போறானே கண்ணு கண்ணுமா தளபதி கச்சேரி தளபதி கச்சேரி அங்க நான் மனசுங்க நான் வெறித்தனமா வைபா பலாமா கச்சேரி தளபதி கச்சேரி கொடிய பறக்க விட்டு விழுந்து வச்சு கொண்டாடலாமா பக்கல்ல பிட்டாய் பக்கல்ல பிட்டாய் பக்கல்ல பிட்டாய் பிட்டாரே 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 தளபதி கிட்ட பாட்டே மன போல யாரே காட்டே தளபதி கிட்ட பாட்டே எங்க அண்ணன் போல யாருன்னா காட்டுறாடே எங்க அண்ணன் தளபதி கிட்ட பாட்டே மன போல யாரே காட்டே தளபதி கிட்ட பாட்டே எங்க அண்ணன் போல யாரே காட்டே ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനൊരു കോർട്ട് കാണുന്നത്. ഇതിനെ പല കളറിലുള്ള ലൈനുകൾ. അത് പിന്നെ ലോകത്തുള്ള സർവ്വ കളികളും ഞങ്ങൾ ഈ ഹോളിൽ കളിക്കും. അടുത്ത വർഷം മുതൽ ഗോൾഫ് വേണമെന്നൊക്കെയാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാം.
അപ്പൊ ഓരോ ലൈനുകൾ ഓരോ കളിക്കായിരിക്കും അല്ലേ? അതെ അച്ചോ, ആ പച്ചാറ കണ്ടില്ലേ, അത് വോളിബോൾ. ചുവപ്പ് ബാസ്കറ്റ്ബോൾ. വെള്ള അത് ഞങ്ങളാ, പിക്കിൾ ബോളുകാർക്കും വേണ്ടി മാത്രമുള്ള. അപ്പോ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ വെള്ളയിൽ വരണം അല്ലേ? അച്ചോ, പിക്കിൾ ബോളാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ആ ഇതാരാ ജിയോ? പക്ഷേ ഇവന്മാരുടെയൊക്കെ ഈ വയറ് കണ്ടിട്ട് എന്നാ കളിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. കളിച്ചാ ഞാൻ ഈ തടി മാനേജ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര വിശപ്പാടച്ചോ. അതെ, ഗോൾഫ് ഒഴിച്ച് ബാക്കി സർവ്വ കളികളും നിങ്ങളോട് ഫെലോഷിപ്പ് ഹാള് കളിക്കുന്നുണ്ട്. ഞങ്ങൾക്കും ഒരു സ്ലോട്ട് വേണം. എൻ്റെ തലയ്ക്കൊരു സ്വൈര്യം തരും. ഒരു കോട്ട് കൊണ്ട് 100 കളികൾ. ഞാൻ കർത്താവിശമശയൊന്നും അല്ലല്ലോ. ആ പിന്നെ ഗോൾഫിന് പുതിയ വരയും കുരിയൊന്നും ആവശ്യമില്ലല്ലോ. ഫെലോഷിപ്പ് ഹാളിൽ കുറച്ച് കുഴി കുഴിച്ചാൽ മതിയല്ലോ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് സ്പോർട്സ് ലൈറ്റിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ചെന്നില്ലെങ്കിലുണ്ടല്ലോ ആ ക്രിക്കറ്റുകാർ നമ്മുടെ സ്ലോട്ട് അടിച്ചുകൊണ്ട് പോകും. ഇവന്മാരെ പിന്നെ പള്ളി കണ്ടില്ലെങ്കിലും മീറ്റിംഗിൽ അടി ഉണ്ടാക്കാൻ ഫ്രണ്ടിൽ തന്നെ കാണും. നിങ്ങൾ മീറ്റിംഗ് സ്ലോട്ടിന് വേണ്ടി അടി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. എൻ്റെ ദൈവമേ, ഇതെല്ലാം ഒന്ന് നാട്ടി പാട്ടായോ? അച്ചോ, ഞങ്ങളുടെ സ്പോർട്സ് ലീഡ്സിനെല്ലാം നല്ല ബുദ്ധി തോന്നാൻ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ പള്ളിയിലേക്കൊന്ന് ചെല്ലട്ടെ. കൃപയൊഴുകും സമയമിതാ ഇതാ ഇതാ, അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ. കൃപയൊഴുകും എൻ്റെ സഹോദരേ, വിശുദ്ധ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ചർമ്മം കണ്ട പ്രായം തോന്നുകയില്ല. എന്നാലും ആ ചേച്ചി എന്ത് ക്രീമാ മുഖത്ത് തേച്ചേക്കുന്നത്? എങ്ങനെയൊക്കെ ചോദിച്ചാലും പാറേപ്പള്ളി ധ്യാനത്തിന് പോയെന്നാണല്ലോ മറുപടി. ഈശോയെ, ഫാമിലി നൈറ്റിംഗ് അടുത്തു വന്നു. ട്രോളാൻ ഇതുവരെ ആരെയും കിട്ടിയില്ല. പള്ളിയിലുള്ള സകലരെയും ട്രോളി ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ട്രോളാൻ നമ്മുടെ അച്ഛനും കുരിശി കിടക്കുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവേ, എത്ര കോട്ടുകളാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. എൻ്റെ ആഗ്രഹം അങ്ങേക്കറിയാമല്ലോ. ഇനി എന്നാണോ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകുന്നത്? എന്റെ ഈശോയെ, ഇന്ന് ബീഫാണെന്ന് തോന്നുന്നു. നേരത്തെ പോയി ദൈ നിന്നേക്കാം. കുറെ എണ്ണം ഉണ്ടെന്ന് പള്ളിയിൽ. എങ്ങാനും തീർന്നു പോയാലോ? അയ്യോ, ഇത് മൊത്തം കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷാണല്ലോ. എനിക്കിട്ട് പണിയാൻ വേണ്ടി തന്നെയാണ്. ഇലോഹേം റാഹേം അലായ്, ഇലോഹേം റാഹേം അലായ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഈ ജനത്തിന്റെ ഇടയിൽ വിശ്വാസം ഇനിയും ജീവിച്ചിരിക്കുന്നുവോ? നിന്റെ ദേവാലയത്തിൽ ഞാൻ കേൾക്കുന്നത് അങ്ങയോടുള്ള ആരാധനയും കൃതജ്ഞതയും പാപപരിഹാരവുമല്ല, മറിച്ച് തീരാത്ത ആവശ്യങ്ങളുടെ നീണ്ട ഒരു നിര മാത്രമായിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മകനെ തോമസ്, നീ വിഷമിക്കേണ്ട.
നിന്റെ ഹൃദയവേദന ഞാൻ കാണുന്നു. നീ ഇന്ന് കണ്ടത് വിശ്വാസത്തിൻ്റെ പൂർണ്ണരൂപമല്ല. നാളെ നീ കണ്ടറിയും എൻ്റെ ജനത്തിൻ്റെ ഹൃദയം. നീ തിരിച്ചെത്തുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. ഹാലേലൂയ, ലാവോസ് ഡൊമിനോ. കണ്ടു ഗുരു, ഞാൻ വീണ്ടും കണ്ടു. എന്താണ് കണ്ടത് തോമസ്? ക്രിസ്തീയ വിശ്വാസം കുറഞ്ഞിട്ടില്ല. അത് നല്ല മണ്ണിൽ വീണ വിത്തുപോലെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. വിശ്വാസം വെറും പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് സമഗ്രമായ ഒരു ആത്മീയ യാത്രയാണ്. അത് സജീവമായ സ്നേഹത്തിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും കൂദാശകളിലൂടെയും സുവിശേഷ ജീവിതം നയിച്ചുകൊണ്ടുമാണ് പ്രകടമാകുന്നത്. അത് നീ കണ്ടറിഞ്ഞതല്ലേ? ഉവ്വ ഗുരു, അത് ഞാൻ കണ്ടും അനുഭവിച്ചും അറിഞ്ഞതാണ്. കേരളത്തിൻ്റെ മണ്ണിൽ വിതച്ച വിശ്വാസത്തിൻ്റെ വിത്ത് നശിക്കാനുള്ളതല്ല. അത് സമുദ്രങ്ങൾ താണ്ടും, ദേശങ്ങളെ കീഴടക്കും. പക്ഷേ ആ വിശ്വാസം ഒരിക്കലും മരിക്കില്ല. ഈ പുതിയ യുഗത്തിൻ്റെ പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതിരിക്കാൻ, ഈ വിശ്വാസം നിലനിൽക്കാൻ നമ്മുടെ ശക്തമായ പ്രാർത്ഥന ഒരിക്കലും നിലയ്ക്കരുത്. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. Our Father, who art in heaven, hallowed be thy name. Thy kingdom come. എല്ലാവരും ജോസഫ് ഫാദേഴ്സിൻ്റെ ഷോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ഷോയ്ക്ക് കുറേ നാൾ കഷ്ടപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൾക്കാരുടെ പേര് പറയണം ഇവിടെ. ഒന്ന് നിബു, സാം, ജിജേഷ്, ജിജോ, ദെൻ അലക്സ് ക്രിസ്പിൻ, പിന്നെ മെൽവിൻ, ഹിമ, ഇവരോടെല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ വളരെ കഷ്ടപ്പെട്ടിട്ട് ഉള്ളതാണിത്. പിന്നെ ഇപ്പം നമ്മുടെ ഈ എല്ലാവരുടെയും ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അണിയറ പ്രവർത്തകരെയും കോർ ഗ്രൂപ്പിനെ എല്ലാവരെയും അഭിനേതാക്കളെയും. ക്യാൻ യു കം എവരിബഡി? കമൺ സ്റ്റേജ്. ആ ജോർജിയുടെ ഒരു പേര് വിട്ടുപോയതാണ്. ജോർജിയാണ് ഇതിൻ്റെ അകത്ത് വൺ ഓഫ് ദ സോമർസെറ്റു പള്ളിയിലെ
ജോസഫ് ഫാദേഴ്സ് പാടുന്നു വിശ്വാസത്തിന്റെ ഈ ഗാനം. സോമർസെറ്റ് പള്ളിയുടെ മക്കൾ ഒന്നായി സാക്ഷ്യം പറയുന്നു. തോമാശ്ലീഹ വിതച്ച വിശ്വാസം തലമുറകളിലൂടെ നിലനിൽക്കും. ക്രിസ്തുവിൻ സ്നേഹത്തിന്റെ പ്രകാശം എന്നുമെങ്ങും തെളിങ്ങി നിൽക്കും. ജോസഫ് ഫാദേഴ്സ് ജോസഫ് ഫാദേഴ്സ് Thank you everybody. ജോസഫ് ഫാദേഴ്സ് ഹലോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ പാട്ട് രചന സംഗീതം എല്ലാം ജിജേഷാണ്.